ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ഓഫ് HCl ആണ്. അപ്പം HCl നമ്മൾ സാധാരണ ലാബിൽ നമ്മൾ വോളിമെട്രിക് ടൈട്രേഷൻ ആസിഡും ബേസും വെച്ചിട്ട് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ നടത്താറുണ്ട്. പിന്നെ നമുക്ക് പൊട്ടൻഷ്യോമെട്രിക്കലി മെഷർ ചെയ്യാൻ പറ്റും. ഇത് വേറൊരു ടൈപ്പ്, ദാറ്റ് ഈസ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. എന്താണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ? കണ്ടക്ടോമെട്രി എന്ന് പറഞ്ഞാൽ ഈസ് എൻ അനലിറ്റിക്കൽ ടെക്നിക് ബേസ്ഡ് ഓൺ ദ മെഷർമെൻറ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് ഓഫ് അയണിക് സൊല്യൂഷൻ. ഒരു അയണിക് സൊല്യൂഷന് ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് കാണിക്കും. കണ്ടക്റ്റൻസ് കാണിക്കാനുള്ള കാരണം എന്താണ്? ആ സൊല്യൂഷനിലുള്ള അയോൺസ് ആണ്. ഒരു സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് അയോൺസ്, ആ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് അയോൺസിനെയും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അയോണിൻ്റെ ചാർജിനെയും അതേപോലെ അയോൺസിൻ്റെ മൊബിലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. Titration എന്ന് പറഞ്ഞാൽ one reagent is added to another one. The ionic composition of the solution changes, leading to a measurable changes in conductance. ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഒരു റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ അയോണിൻ്റെ കോമ്പോസിഷൻ മാറും. അയോണിൻ്റെ കോമ്പോസിഷൻ മാറുമ്പോൾ തന്നെ എന്തുണ്ടാവും? കണ്ടക്റ്റൻസും മാറും. ഇതാണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. ദിസ് ഫോം ദ ബേസിസ് ഓഫ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ, അപ്പം നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് HCl ആണ്. HCl ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത്. HCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡാണ്. സ്ട്രോങ് ആസിഡ് വിച്ച് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഇൻ ടു H+ ആൻഡ് Cl- അയോൺ. ഇനി നമ്മൾ HClനെ ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് NaOH ആണ്. NaOH ഈസ് ഓൾസോ എ സ്ട്രോങ് ബേസ്. അത് Na+ഉം OH- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടാവും നിൽക്കുക. ഇനി HClൻ്റെ കണ്ടക്റ്റൻസ് എങ്ങനെയാണ്? HCl എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം Cl- ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും. ഒന്നാമത്തെ കാരണം HCl കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അയണിക് ഫോമിലാണ്, ഫുൾ അയോൺസ് ആയിരിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ H+ അയോണാണ്. ഈ HClലുള്ള അയോൺസിൽ ഒന്ന് H+ഉം ഒന്ന് Cl- ആണ്. H+ അയോൺ എന്ന് പറയുന്നത് ഹൈ മൊബിലിറ്റി ഉള്ള ഒരു അയോണാണ്. അത് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. H+ ആൻഡ് OH- അയോൺസ് വെരി ഹൈ മൊബിലിറ്റി ഉള്ള രണ്ട് അയോൺസ് ആണ്. അപ്പോൾ ഈ രണ്ട് റീസൺ കാരണം HClൻ്റെ ഇനീഷ്യൽ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. ഇനി ഇത് NaOH ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? HClലേക്ക് NaOH വരുമ്പോൾ H+ഉം Cl- ഉള്ള സൊല്യൂഷനിലേക്ക് Na+ഉം OH- ആണ് ആഡ് ചെയ്യുന്നത്. H+ഉം Cl- ആണ് ഇനീഷ്യലി നമുക്ക് കണ്ടക്റ്റൻസ് തരുന്ന സെല്ലിലുള്ള അയോൺസ്. അതിലേക്ക് NaOH ആഡ് ചെയ്യുമ്പോൾ NaCl ഉണ്ടാവും, H2O ഉണ്ടാവും. അപ്പോൾ NaCl എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? Na+ഉം Cl- ആണ്. H2O എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ അൺഡിസോസിയേറ്റഡ് ഫോമിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ അയോൺസും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇൻ എഫക്റ്റ് എന്താ ഉണ്ടായത്? H+ഉം Cl- ഉണ്ടായിരുന്ന സൊല്യൂഷൻ അതിലേക്ക് NaOH ആഡ് ചെയ്യുമ്പം Na+ഉം Cl- ആയിട്ട് മാറി അല്ലേ? അപ്പോൾ H+ അയോൺ റീപ്ലേസ്ഡ് ആസ് Na+ അയോൺ ആണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് അയോൺസിൽ മാറ്റമൊന്നുമില്ല. കാരണം എത്ര H+ റിയാക്ട് ചെയ്തോ അത്രയും NaCl ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്പർ ഓഫ് അയോൺസ് സെയിം ആണ്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹൈ മൊബിലിറ്റി ഉള്ള H+ അയോണ് ലോ മൊബിലിറ്റി ഉള്ള Na+ അയോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ കണ്ടക്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ നമ്മൾ NaOH ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്ത് വരും. ഇനി ഇക്വലൻസ് പോയിന്റ് എത്തിക്കഴിഞ്ഞാലോ എല്ലാ H+ അയോൺസും ന്യൂട്രലൈസ്ഡായി H2O ആയി മാറിക്കഴിഞ്ഞാൽ ഓൺ ആഡിങ് ഫർദർ NaOH, പിന്നെ നമ്മൾ NaOH ആഡ് ചെയ്യുമ്പം അവിടെ H+ അയോൺ Na+ അയോൺ ആയിട്ട് മാറാൻ പിന്നെ H+ അയോൺ ഒന്നും ഇല്ല, ഫുൾ ന്യൂട്രലൈസ്ഡായി. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ആഡ് ചെയ്യുന്ന NaOH നമ്മളെ കണ്ടക്ടിവിറ്റി സെല്ലിൽ കിടക്കും. അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്താണ്? Na+ അയോണും OH- അയോണുമാണ് പിന്നെ നമ്മളെ സിസ്റ്റത്തിലേക്ക് വരുന്നത്. ആ സിസ്റ്റത്തിലാണ് നമ്മൾ കണ്ടക്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ OH- അയോൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, അതൊരു വെരി ഹൈ മൊബിലിറ്റി ഉള്ള അയോൺസിൽ പെട്ടതാണ് H+ അയോണും OH- അയോണും. അപ്പോൾ ഇക്വലൻസ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ NaOH ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി കൂടി പോവുക ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ആദ്യം ഇനീഷ്യലി
നമുക്ക് കണ്ടക്റ്റൻസ് ഹൈ ആയിരുന്നു. NaOH ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വന്നു. ഇക്വലൻസ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ NaOH ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി പോകും. ഇവിടെയാണ് NaOHൻ്റെ വോളിയം, ഇവിടെയാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടുക. V ഷേപ്പുള്ളൊരു ഗ്രാഫാണ് കിട്ടുക. അതിൽ കണ്ടക്റ്റൻസ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് വോളിയം ഓഫ് NaOH. ഇനി എന്തെല്ലാമാണ് നമുക്കിതിന് വേണ്ട അപ്പാരറ്റസുകൾ? കണ്ടക്ടിവിറ്റി മീറ്റർ വേണം, കണ്ടക്ടിവിറ്റി സെല്ല് വേണം, പ്ലാറ്റിനം ഇലക്ട്രോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ഇലക്ട്രോഡ്, 2 മെറ്റൽസ് വെച്ചിട്ട് ഇലക്ട്രോഡുകൾ വെച്ചിട്ട് ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്തതാണ് വേണ്ടത്. പിന്നെ പിപ്പറ്റ്, ബ്യൂററ്റ്, ബീക്കർ, സ്റ്റിറർ ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് റോഡ് വെച്ച് ഷെയ്ക്ക് ചെയ്യുക. പിന്നെ കെമിക്കൽസ് വേണ്ടത് സ്റ്റാൻഡേർഡ് NaOH അപ്രോക്സിമേറ്റ്ലി 0.2 നോർമലാണ്, 0.2 നോർമൽ. പിന്നെ HCl സൊല്യൂഷൻ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 1 നോർമൽ 1 മോളാർ HCl ഉണ്ടാക്കും. അതിൽ നിന്ന് 10 ml എടുത്ത് 100ലേക്ക് മേക്കപ്പ് ചെയ്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടക്ടോമെട്രിക് സെല്ല് യൂസ് ചെയ്തിട്ട് കണ്ടെത്തും. അതാണ് നമ്മളെ സ്റ്റോക്ക് കോൺസെൻട്രേഷൻ എത്രയെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ എക്സാമിനർ ഈ സ്റ്റോക്കിൻ്റെ കോൺസെൻട്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് 10 മുതൽ ഒരു 13 ml വരെയുള്ള ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ തന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കണ്ടക്ടോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറും വേണം. ഇനി എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ. നമ്മൾ ആദ്യം നമ്മളെടുത്ത 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൽ അല്ലെങ്കിൽ എക്സാമിനർ നിങ്ങൾക്ക് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലാണ് അൺനോൺ തരിക. ആ അൺനോണിൽ നിന്ന് 20 ml HCl പിപ്പറ്റ് ചെയ്തെടുക്കുക ഒരു ക്ലീൻ ബീക്കറിലേക്ക്. എന്നിട്ട് ബീക്കറിലേക്ക് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ല് വെക്കുക, അതേപോലെ അതിലൊരു ഗ്ലാസ് റോഡ് വെക്കുക. ഇനീഷ്യൽ കണ്ടക്റ്റൻസ് ഓഫ് ദ സൊല്യൂഷൻ മെഷർ ചെയ്യുക. എന്നിട്ട് പിന്നെ NaOH ബ്യൂററ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. NaOHൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.2 നോർമലാണ്. അത് കൃത്യമായിട്ട് എത്രയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് NaOHൽ നിന്ന് നമ്മളെ ബീക്കറിലേക്ക് സൊല്യൂഷൻ സ്മോൾ ഇൻക്രിമെൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. 1 ml ഈച്ചായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 0.5 ml ഈച്ചായിട്ടും ആഡ് ചെയ്യാം. HCl സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാം. ഓരോ അഡീഷൻ കഴിയുമ്പോഴും എന്ത് ചെയ്യുക, നമ്മളെ കണ്ടക്ടിവിറ്റി സെല്ലിനെ ഒന്ന് പൊക്കിയിട്ട് നമ്മൾ ഗ്ലാസ് റോഡ് കൊണ്ടൊന്ന് സ്റ്റിർ ചെയ്തിട്ട് സെല്ല് താഴ്ത്തുക. എന്നിട്ട് കണ്ടക്റ്റൻസ് മെഷർ ചെയ്യുക. നമ്മൾ ഇക്വലൻസ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്താണ്, നമ്മളെ ഇക്വലൻസ് പോയിന്റ് വരെ കണ്ടക്റ്റൻസ് കുറഞ്ഞു വരും. ഇക്വലൻസ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്റ്റൻസ് കൂടി പോകും. അപ്പോൾ ഇക്വലൻസ് പോയിന്റ് എത്തി കൂടി പോകുന്നതിലും നമുക്കൊരു 5-6 റീഡിങ് വേണം. കാരണം നമുക്ക് 2 V ഷേപ്പുള്ള ഗ്രാഫാണ് കിട്ടേണ്ടത്. V ഷേപ്പുള്ള ഗ്രാഫിൽ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരച്ച് അതിൻ്റെ ക്രോസ് സെക്ഷൻ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, എൻ പോയിന്റ് എത്രയാണ് വോളിയം ഓഫ് NaOH എന്ന് കണ്ടെത്തുന്നത്. ഇനി നമ്മൾ റീഡിങ് എടുക്കുക. ആദ്യം NaOH ആഡ് ചെയ്യുന്നതിന് മുന്നുള്ള കണ്ടക്റ്റൻസ് എഴുതുക. പിന്നെ 1 ml ആഡ് ചെയ്തിട്ടുള്ള കണ്ടക്റ്റൻസ് എഴുതുക, 2 ml ആഡ് ചെയ്തിട്ടുള്ള കണ്ടക്റ്റൻസ് എഴുതുക. ഇത് നമുക്ക് വേണമെങ്കിൽ 0.5 ml, 1 ml, 1.5 ml, 2 ml, 2.5 ml അങ്ങനെ വേണമെങ്കിലും മെഷർ ചെയ്യാവുന്നതാണ്. എങ്ങനെ മെഷർ ചെയ്താലും നമുക്ക് അങ്ങനെ തെറ്റാനൊന്നുള്ള സാധ്യതയൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഗ്രാഫ് വരക്കുകയാണ്. എക്സ് ആക്സിസിൽ വോളിയം ഓഫ് NaOHും വൈ ആക്സിസിൽ കണ്ടക്റ്റൻസും വെച്ച് ഗ്രാഫ് വരക്കുക. നമുക്ക് 2 സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇതിവിടെ വോളിയം, ഇവിടെ കണ്ടക്റ്റൻസും. നമുക്ക് ഇങ്ങനെ ആദ്യം ഡിക്രീസ് ചെയ്ത് വരും, പിന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് പോകും. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഈ 2 സ്ട്രൈറ്റ് ലൈനുകൾ വരക്കുക. ഇതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എൻ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് എവിടെയാണ് മുട്ടുന്നത് നോക്കുക. ഇതാണ് നമ്മുടെ എൻ പോയിന്റ്. A point of intersection of the 2 line give the equivalence point. ഇനി കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇൻഡിക്കേറ്റർ ആവശ്യമില്ല. കളേർഡ് ആൻഡ് ടർബിഡ് സൊല്യൂഷനിൽ യൂസ് ചെയ്യാം. വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ ഇൻഡിക്കേറ്റർ ഇല്ലാത്ത കേസുകളിലൊക്കെ യൂസ് ചെയ്യാം. വിഷ്വൽ ടൈട്രേഷൻ മെത്തേഡ് ഫെയിൽ ആവുന്നതിനേക്കാളും മോർ ആക്യുറേറ്റ് ആണ് നമ്മളെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി മീറ്റർ വേണം എന്നുള്ളത് തന്നെയാണ്. മറ്റേ നമ്മളെ വോളിമെട്രിക് ടൈട്രേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയൊരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോഡിൻ്റെ കാലിബ്രേഷൻ പ്രോപ്പർ കാലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതൊരു എസെൻഷ്യൽ ആണ്. പിന്നെ ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ മസ്റ്റ് ബി കെപ്റ്റ് കോൺസ്റ്റൻറ്റ്.
ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി മീറ്ററിൻ്റെ വർക്കിംഗ്, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അറൗണ്ട് 1 നോർമൽ HCl ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് എത്രയാണ് എക്സാക്റ്റ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്നുള്ളത് കണ്ടക്ടോമെട്രിക്കലി പൊട്ടൻഷ്യോമെട്രിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കിയ അറൗണ്ട് 1 നോർമൽ HCl ബ്യൂററ്റിൽ ഫില്ല് ചെയ്ത് വെച്ചതാണ്. ഇതിൽ നിന്ന് കൃത്യം 10 ml ഞാൻ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ മേക്കപ്പ് ചെയ്ത സൊല്യൂഷനിൽ നിന്ന് 20 ml ഈ ബീക്കറിൽ എടുക്കണം. ഈ ബീക്കറിലാണ് നമ്മൾ കണ്ടക്ടോമെട്രി പൊട്ടൻഷ്യോമെട്രി എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്യുക. അപ്പൊ ആദ്യം ഞാൻ ബ്യൂററ്റ് പിപ്പറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റിൻസ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് ബീക്കറിലേക്ക് ഒഴിച്ചു. കണ്ടക്ടോമെട്രി ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ചെയ്ത് നമ്മൾ രാവിലെ വോളിമെട്രി ചെയ്യുന്ന പോലെ തന്നെ കൺകോർഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ബീക്കറുകൾ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ കണ്ടക്ടിവിറ്റി മീറ്റർ, കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കണ്ടക്ടിവിറ്റി മീറ്റർ. ഇതിൻ്റെ ഈ പ്ലഗ് കുത്തി ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ഓണിലേക്ക് മാറ്റി. ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ സെല്ല്. സെല്ല് പറയുമ്പോൾ 2 ഇലക്ട്രോഡ് ഘടിപ്പിച്ച് ഇതിൻ്റെ താഴെ 2 ഇലക്ട്രോഡ് ഘടിപ്പിച്ച് അതിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു സെല്ല് കൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെ ഈ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സെല്ലാണിത്. ഇതിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് 1.02 ആണ് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സെൽ കോൺസ്റ്റൻറ്റ് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും അതിൻ്റെ ഏരിയയും അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെല്ലിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ പ്ലഗ് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാം. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് ആ കോൺസ്റ്റൻറ്റ് തന്നെയാണോ 1.02 തന്നെയാണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ നോബ് നമ്മൾ സെൽ കോൺസ്റ്റൻറ്റിലേക്ക് വെക്കുക. സെൽ കോൺസ്റ്റൻറ്റിൽ വെക്കുക. ഈ നോബ് ഇതാണ് സെൽ കോൺസ്റ്റൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് തിരിച്ചാൽ സെൽ കോൺസ്റ്റൻറ്റ് മാറും. ഇപ്പോൾ ഇത് നിലവിൽ 1.020 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് തിരിച്ചാൽ കാണാം, കണ്ടോ മാറുന്നത്. ഇത് നമ്മൾ 1.20 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിത്
നിങ്ങൾക്ക് മാനുവൽ കണ്ടല്ലോ, ഈ മാനുവലിലാണ് നമ്മൾ റീഡിങ് എടുക്കുക. പിന്നെ അതേപോലെ ഈ നോബിൽ ഏതാണ് റേഞ്ച് എന്ന് പറയും. അതിൽ 200 മില്ലി സൈമൺസിലാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എടുത്ത് വെച്ച 20 ml ഉണ്ടല്ലോ, 20 ml HCl അതെടുക്കുക. അതിനൊന്ന് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. അത് ഡൈല്യൂഷൻ ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു അല്പം ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ സെല്ലിനെ നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ മാനുവലിൽ വെക്കുമ്പം നമുക്ക് കണ്ടക്റ്റൻസ് 0 കാണിക്കുന്നത്. ഈ സെല്ല് നമ്മൾ ഓൾറെഡി വാഷ് ചെയ്തൊക്കെ വെച്ചതാണ്. ഇനി നമ്മളിത് ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. നമ്മളെ കണ്ടക്ടിവിറ്റി സെല്ല് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടക്റ്റൻസ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം എന്നെ വെച്ച് ഒന്നും ഒഴിച്ചിട്ടില്ല. HCl സൊല്യൂഷൻ, ഡൈല്യൂട്ട് ചെയ്ത HCl സൊല്യൂഷൻ മാത്രമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ നിന്ന് 20 ml എടുത്ത് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തു. ആ സൊല്യൂഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് 19.1. ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് ഒഴിക്കണം. എണ്ണ ഒഴിച്ച് 0.5 ml ഒഴിക്കണം. ഇപ്പം ആദ്യത്തെ പ്രാവശ്യം 0.5 ml. ആദ്യം നമ്മൾ 1 ml ഒഴിക്കണം. ഇനി 1 ml ഒഴിച്ചിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെല്ലിലേക്ക് ഇറക്കി. ഇപ്പം കണ്ടക്റ്റൻസ് 1 ml 10.8 കുറഞ്ഞു. ഇനി ഇതുപോലെ നമ്മൾ 0.5 ml വീതം ഒഴിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അതുകൊണ്ട് 0.5 ഒഴിക്കുകയാണെങ്കിൽ മുതൽ ഇപ്പോൾ 1.5 റീഡിങ് 10.3. ഇതുപോലെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. 0.5 ml വീതമാണ് ഒഴിക്കേണ്ടത്. റീഡിങ് 9.7. അപ്പം 7 ml ഒഴിച്ചു. 7 ml റീഡിംഗ് ആണ് 4.7. ഇനി അടുത്ത് ഞാൻ 7.5 ഒഴിക്കുകയാണ്. അടുത്തത് 8 ml. .8 3.5 3.4 3.9
3.0 9.5 9.5 3.1 അടുത്തത് 10. ഇപ്പം 10 ml ആയി. 10 ml കൂടി തുടങ്ങി. ഇനി അടുത്തത് 10.5. .5 3.5 11 3.7 11.5 4.2 2.5 ഇങ്ങനെ ഒരു 15 വരെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിങ്ങുകൾ ഞാൻ എക്സലിൽ ടൈപ്പ് ചെയ്തതാണിത്. ഇത് നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് വരക്കുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ എക്സലിൽ തന്നെ വരക്കാൻ പറ്റും നമുക്ക്. എക്സലിൽ നമ്മൾ ഈ ഇത് പ്ലോട്ടുകൾ സ്കാറ്റേർഡ് പോയിൻ്റുകളാക്കിയിടുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഗ്രാഫിലല്ലേ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രാഫ് പേപ്പറിലാണല്ലോ ചെയ്യുക. അപ്പോൾ ഇത് 2 സ്ട്രൈറ്റ് ലൈനിലായിട്ടായിരിക്കും പോയിൻ്റ് എടുക്കുക. അപ്പം ഫസ്റ്റ് ഈ സ്ട്രൈറ്റ് ലൈൻ മാക്സിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കുക. പിന്നെ ഈ സ്ട്രൈറ്റ് ലൈൻ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വരക്കുക. എന്നിട്ട് ഈ ലൈനിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുക. അതേപോലെ ഈ ലൈനിന് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കിട്ടുന്ന ക്രോസ് സെക്ഷനെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് എവിടെയാണത് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ പോയിൻ്റ് എവിടെയാണ് മുട്ടുന്നത് നോക്കുക. ഇതായിരിക്കും നമ്മളെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ എൻഡ് പോയിൻ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സ് ആക്സിസിൽ വോളിയം ഓഫ് എൻ വായിച്ചാണല്ലോ. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊട്ടൻഷ്യോമെട്രിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 8.5 ആണെന്ന് വിചാരിക്കുക. 8.5 ഇൻറ്റു നമ്മളെ NaOHൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.2006 ഡിവൈഡഡ് ബൈ 20 കൊടുത്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? നോർമാലിറ്റി ഓഫ് HCl 0.085255 നോർമൽ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.